ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. സോ നമ്മൾ വിൻസർ എടുത്തിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. നമ്മൾ റീസെൻ്റ്ലി ഇൻഷുറൻസ് റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എവിടെ നിന്നാണ് റിന്യൂ ചെയ്തത്, എത്ര രൂപയായി, എന്തൊക്കെ കവറേജസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കണോ അതോ പുറത്തുനിന്ന് എടുക്കണമാണോ നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ എടുത്ത ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ്, പ്രീമിയം കവറേജ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഷുറൻസ് ഷോറൂമിൽ നിന്ന് എടുക്കണോ അതോ പുറത്തുനിന്ന് എടുക്കണോ എന്നുള്ളത്. ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുണ്ട് പലരും. നിങ്ങൾക്ക് തന്നെ അറിയാം, വിൻസർ എടുക്കുന്ന ടൈമിൽ ഷോറൂമിൽ നിന്ന് പറഞ്ഞിരുന്ന ഇൻഷുറൻസ് ആദ്യമൊക്കെ 88,000 രൂപയും 96,000 രൂപയൊക്കെ ആയിരുന്നു. അതേസമയം ഞങ്ങൾ പലരും പുറത്ത് പോയിട്ട് അതേ ഇൻഷുറൻസ് തന്നെ അതേ കവറേജോട് കൂടെ മേ ബി വേറൊരു കമ്പനിയിൽ നിന്നാണെങ്കിലും, നാഷണലൈസ്ഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പാതി വിലയ്ക്ക് അല്ലെങ്കിൽ ഒരു 88,000 ഒക്കെ പറഞ്ഞ ഇൻഷുറൻസ് തന്നെ ഒരു 30,000-40,000 രൂപയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ അതാണ് ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ഇൻഷുറൻസ് ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുടെ ഒരു മാർജിൻ ഉണ്ടാവും, നല്ലൊരു എമൗണ്ട് ഒരു മാർജിൻ വാങ്ങിക്കും. പക്ഷേ പിന്നീട് നമ്മൾ പലരും ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി പലയിടത്തും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വന്നതിനപ്പോഴത്തേക്ക് ഇപ്പോൾ ഷോറൂമുകാരും 10-30,000 രൂപയൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. 88,000 ഒക്കെ ഇൻഷുറൻസ് വാങ്ങിച്ചതൊക്കെ ഇപ്പോൾ 50,000-നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്റ്റാണ്. പക്ഷേ എന്നാൽ പോലും അവരുടെ മാർജിൻ അവരപ്പോഴും എടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്കതൊരു ബിസിനസ്സാണ്, അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതേ ഇൻഷുറൻസ് തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനി വഴി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും റേറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് വഴി എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും, എസ്പെഷ്യലി നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസുകൾ. അപ്പോൾ ഇപ്പോൾ 50,000 രൂപയ്ക്കൊക്കെ ഷോറൂമിൽ നിന്നൊക്കെ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പുതിയ വണ്ടിക്കാണെങ്കിൽ പോലും. പക്ഷേ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിലും വില കുറവിൽ ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടും ഒക്കെ ഞാൻ മിക്കപ്പോഴും ഇൻഷുറൻസ് പുറത്തുനിന്ന് എടുക്കാറ്. എൻ്റെ വിൻസറിന് ഞാൻ പുറത്തുനിന്നാണ് എടുത്തത്. വണ്ടി എടുത്ത ടൈമിൽ ഇൻഷുറൻസ് ഇപ്പോഴും റിന്യൂ ചെയ്തത് പുറത്തുനിന്നാണ്. എൻ്റെ 2 വീലർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും ഞാൻ പുറത്തുനിന്ന് തന്നെയാണ് ഇൻഷുറൻസ് എടുത്തുകൊണ്ടിരുന്നത്. ഇനിയും അത് തന്നെയായിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്കുള്ളൊരു കൺസേൺ ആണ്, പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താൽ ക്ലെയിം തരില്ലേ, അവർ ക്ലെയിം റിജക്റ്റ് ചെയ്യുമോ, ക്യാഷ്ലെസ് കിട്ടൂലേ എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഇതെല്ലാം ഷോറൂമുകാരും സർവീസ് സെൻ്ററുകാരും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതാണ്. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട്, ഏജൻറ്റിനോട് സംസാരിച്ച് ക്യാഷ്ലെസ് കിട്ടും എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് എല്ലാ കവറേജും അടക്കം ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഈ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്യണോ അതോ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. അല്ലാതെ സർവീസ് സെൻ്ററുകാർക്ക് അല്ലെങ്കിൽ ഷോറൂമുകാർക്ക് ഇൻഷുറൻസ് ക്ലെയിം തരുന്ന കാര്യത്തിൽ ഒരു വോയിസും അവിടെ ഇല്ല. ഞാൻ കാശ് കൊടുത്ത ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു. സപ്പോസ് യുണൈറ്റഡ് ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇൻഷുറൻസ് എടുത്താൽ ഞാൻ എൻ്റെ വണ്ടി ക്ലെയിമിന് കൊടുക്കുമ്പോൾ അവിടുത്തെ യുണൈറ്റഡ് ഇന്ത്യയിലെ സർവേയർ വന്ന് വണ്ടി നോക്കി, സർവേയറാണ് തീരുമാനിക്കുക വണ്ടിക്ക് ഇൻഷുറൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്, അല്ല ഷോറൂമുകാരല്ല. പല ആളുകളും പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഷോറൂമുകാരല്ലേ സർവീസ് സെൻ്ററുകാർ പറയുന്നതാണ്, സാറേ പുറത്തുനിന്ന് എടുത്താൽ ഞങ്ങൾ ക്ലെയിം തരില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇല്ലീഗൽ. ഇനി അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അതായത് നിങ്ങൾ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താൽ ഞങ്ങൾ ക്ലെയിം തരില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ആവശ്യം വരുന്ന ടൈമിൽ അതിനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ക്യാഷ്ലെസ്. നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും പറയും, സാറേ ക്യാഷ്ലെസ് കിട്ടൂല കേട്ടോ, ഞങ്ങൾക്ക് ടൈപ്പുള്ള ഇൻഷുറൻസ് ആയിട്ട് മാത്രമേ ഞങ്ങൾ ക്യാഷ്ലെസ് തരുള്ളൂ, അല്ലാത്തവർക്ക് തരില്ല എന്ന് പറയും. ഇങ്ങനെയൊന്നുമില്ല. ഇൻഷുറൻസ് കമ്പനിക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇൻഷുറൻസ് കമ്പനി കാശ് സർവീസ് സെൻ്റർ അല്ലെങ്കിൽ ആ കമ്പനി ഏതാണെന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തോളും. നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അതേസമയം ക്യാഷ്ലെസ് ഇല്ല എങ്കിൽ നമ്മൾ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി നടക്കേണ്ടി വരും. ഞാൻ പണ്ട് റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ എൻടോർക്കൊക്കെ ആക്സിഡൻ്റ് ആയ ടൈമിൽ 25,000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കെട്ടിവെച്ച് തിരിച്ച് എനിക്ക് അതിൽ നിന്ന് ക്ലെയിം ഫീ പോയിട്ട് ബാക്കിയുള്ള 23,000-24,000 രൂപ തിരിച്ച് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കാശ് എടുക്കാനുള്ളവരാണെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് എടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ ക്യാഷ്ലെസ് ആണ് എപ്പോഴും നമുക്ക് സുഖം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഫലത്തിൽ സെയിം തന്നെയാണ്. ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നു, ഇൻഷുറൻസ് ക്ലെയിമിന് നമ്മൾ കൊടുക്കുമ്പോൾ സർവേയർ വന്ന് നോക്കുന്നു, അപ്രൂവൽ തരുന്നു. ടൈപ്പുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ ഷോറൂമുകാർക്ക് അറിയാം അവരുടെ അക്കൗണ്ടിലോട്ട് കാശ് വന്നോളും. സോ അവർ വണ്ടി കുറച്ച് നേരത്തെ റിലീസ് ചെയ്യും. അതല്ല, പുറത്തുനിന്നാണ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇവരെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ കാശ് വന്നതിന് ശേഷം മാത്രമേ കസ്റ്റമറുടെ വണ്ടി റിലീസ് ചെയ്യൂ എന്നുള്ളത്. ചിലപ്പോൾ 1-2 ദിവസം. ചില ഷോറൂമുകാരുണ്ട് കള്ളന്മാർ. അവന്മാർ ഈ പറയുന്ന പോലെ നമ്മളോടുള്ള ചൊരുക്ക് തീർക്കാനായിട്ട്, അവൻ പുറത്തുനിന്നല്ല ഇൻഷുറൻസ് എടുത്തത്, അവൻ അങ്ങനെ പെട്ടെന്ന് അവന് ക്ലെയിം കൊടുക്കണ്ട, അല്ലെങ്കിൽ അവൻ്റെ വണ്ടി അത്ര പെട്ടെന്ന് പണിത് കൊടുക്കണ്ട, കുറച്ച് ദിവസം അവനവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ട്. സോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ നിങ്ങളുടെ സൈഡ് സേഫായിട്ട് പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാസിൽ ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് വലിയ തലവേദന ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പേടി കാര്യങ്ങളൊക്കെയാണോ, ഇനിയിപ്പോൾ ക്യാഷ്ലെസ് കിട്ടൂലേ എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുത്തോളൂ.
അതല്ല, നമ്മൾ തന്നെ പറയുന്ന പോലെ ചില സമയത്ത് നമ്മൾ പുറത്തുനിന്ന് എടുത്താൽ നമ്മളൊന്ന് ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ച് പറയേണ്ടി വരും, ഇങ്ങനെ ഒരു ക്ലെയിം വന്നിട്ടുണ്ട്, അതൊന്ന് ഇൻറ്റിമേഷൻ ചെയ്യണം എന്നുള്ളത്. ബാക്കിയൊന്നും നമ്മൾ അറിയേണ്ടതില്ല. പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് ഇതുപോലെ ഓടി നടക്കാനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നുമില്ല. റീഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ പുറകെ കിടക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈഡ് നിങ്ങൾക്ക് അധികം വറി ചെയ്യേണ്ട കാര്യമില്ല. ക്യാഷ്ലെസ്സിൻ്റെ കാര്യം പറഞ്ഞ് പറ്റിക്കാനൊന്നും പറ്റില്ല. അവർക്ക് ടൈപ്പുള്ള കമ്പനിയല്ലേ, അവർ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ഇൻഷുറൻസ് ക്ലെയിം അവർ വാങ്ങിച്ച് ചെയ്ത് തന്നിരിക്കും. പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ മാക്സിമം ചിലർ പേടിപ്പിക്കാനൊക്കെ നോക്കും. നമ്മളതിന് വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ വർക്ക് ഡിലേ ചെയ്തൊക്കെ എന്തെങ്കിലും പണി തരുന്നുണ്ടെങ്കിൽ ഉള്ളൂ. അപ്പോൾ പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുക. അതല്ല, നമുക്ക് പ്രീമിയം കുറവ് വേണം, നമ്മൾ പൈസയുടെ കേസിൽ അധികം പറ്റിക്കപ്പെടരുത്, കുറഞ്ഞ പ്രീമിയം വേണം, ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പുറത്തുനിന്ന് എടുക്കുക. ഞാൻ പേഴ്സണലി എപ്പോഴും പുറത്തുനിന്നാണ് ഇൻഷുറൻസ് എടുക്കാറ്. ഇത്തവണയും ഞാൻ പുറത്തുനിന്ന് എടുത്തത്. ഇത്തവണ ഞാൻ എടുത്തത് യുണൈറ്റഡ് ഇന്ത്യ എന്ന് തന്നെയാണ്. എൻ്റെ ഈതറും എല്ലാം യുണൈറ്റഡ് ഇന്ത്യ തന്നെയായിരുന്നു. സോ ഇനി എൻ്റെ ഇൻഷുറൻസിലേക്ക് വരാം. ഞാൻ വണ്ടി എടുക്കുന്ന ടൈമിൽ എന്നോട് ഷോറൂമിൽ നിന്ന് തന്ന കോട്ട് 88 അന്ന് ഞാനൊരു 35-40 രൂപയ്ക്ക് താഴെയുള്ളൊരു ഇൻഷുറൻസ് ആണ് യുണൈറ്റഡ് ഇന്ത്യയിൽ നിന്ന് എടുത്തത്, വിത്ത് ഓൾ കവർ. ഇത്തവണ ഞാൻ യുണൈറ്റഡ് ഇന്ത്യയിലോട്ട് തന്നെ പോയി. യുണൈറ്റഡ് ഇന്ത്യയിൽ നമുക്ക് റിന്യൂവലിന് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20,300 രൂപയാണ്, ഇൻക്ലൂഡിങ് ഓൾ കവറേജസ്. അതായത് ഒരു ഇലക്ട്രിക് വാഹനത്തിന് വേണ്ട ബാറ്ററി മോട്ടോർ പ്രൊട്ടക്റ്റ്, അതുപോലെ തന്നെ നമുക്ക് ടയർ അലോയ് പ്രൊട്ടക്റ്റ്, റിട്ടേൺ ടു ഇൻവോയ്സ്, നിൽ ഡിപ്പ്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, കൺസ്യൂമബിൾ, ഇങ്ങനെയുള്ള എല്ലാ അടക്കമാണ് ഞാൻ 20,300 രൂപയ്ക്ക് എടുത്തത്. പിന്നെ എക്സ്ട്രാ ഞാനായിട്ട് ആഡ് ചെയ്ത ഒരു സാധനം എന്ന് പറയുന്നത് കേർട്ടസി കാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മുടെ വണ്ടി ഒരു ക്ലെയിമിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വല്ല ടാക്സിയോ കാര്യങ്ങളോ ഊബറോ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് കമ്പനി തിരിച്ചു തരും. അപ്പോൾ ഇത് നമുക്ക് 3 ദിവസം 5 ദിവസം 7 ദിവസം എന്നൊക്കെ പറഞ്ഞ പ്ലാനുകളുണ്ട്. ഞാൻ 7 ദിവസമാണ് എടുത്തത്. സോ ക്ലെയിം നമുക്ക് വണ്ടി കൊടുത്തു, ഈ 7 ദിവസത്തെ നമ്മുടെ ട്രാവൽ കാര്യങ്ങളെല്ലാം കമ്പനി റീഇംബേഴ്സ്മെന്റ് ആയിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി തരുന്നത് എന്നാണ് അറിഞ്ഞത്. കേർട്ടസി കാർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കവറേജ് ആണ്. എസ്പെഷ്യലി നമ്മൾ ക്ലെയിമിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ടാക്സിയൊക്കെ വിളിക്കുകയാണെങ്കിൽ ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടും. ഇതെല്ലാം കൂടെ 20,300 രൂപയാണ് എനിക്ക് ആയത്. ഇതിലും കൂടുതൽ പ്രീമിയം ആയ ആളുകളുണ്ട്, ഇതിലും കുറവ് പ്രീമിയം ആയവരൊക്കെ ഉണ്ട്, 19,000 സംതിങ്. എനിക്ക് ക്ലെയിം ഒന്നും ഉണ്ടായില്ല. സോ നോ ക്ലെയിം ബോണസ് കിട്ടി. അതുകൊണ്ട് തന്നെ ക്ലെയിം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏജന്റിന്റെ വക ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ റേറ്റിൽ കിട്ടിയത്. അതേസമയം ഷോറൂമിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന കോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 22, 23 അങ്ങനെയുള്ള കോട്ടുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കവറേജിനനുസരിച്ച് മാറി പല കോട്ടുകൾ 25,000 ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം 30,000 കോട്ടൊക്കെ കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് ഷോറൂമിൽ നിന്ന്, എല്ലാ കവറേജും കൂടെ വരുമ്പോൾ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു 5, 6, 10, 10,000 രൂപകളൊക്കെ പല ഷോറൂമുള്ള ഇൻഷുറൻസും പുറത്തുനിന്നുള്ളതായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും പുറത്തേക്ക് പോകുന്നത്. ഇനി ഒരു ഇവിക്ക് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കവറേജ് വേണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ ബമ്പർ ടു ബമ്പർ തന്നെ എടുക്കുക. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 5 വർഷമൊക്കെയാണ് ബമ്പർ ടു ബമ്പർ ഒരുവിധം എല്ലാ കമ്പനികളും കൊടുക്കുക. എടുക്കുമ്പോൾ ബമ്പർ ടു ബമ്പർ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് ഫൈബർ പാർട്ടാണ്, ആ പാർട്ടാണ്, ഈ പാർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസയൊക്കെ അവർ കട്ട് ചെയ്ത് എടുക്കും. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ റിട്ടേൺ ടു ഇൻവോയ്സ്. ആദ്യത്തെ കുറച്ച് വർഷമാണ് റിട്ടേൺ ടു ഇൻവോയ്സ് കിട്ടുക. അതായത് സപ്പോസ് നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ് ആവുകയാണെങ്കിൽ, സാധാരണ ഇപ്പോൾ റിട്ടേൺ ടു ഇൻവോയ്സ് ഇല്ലെങ്കിൽ ടോട്ടൽ ലോസ് ആകുമ്പോൾ നമുക്ക് വണ്ടിക്ക് ഒരു IDV എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ലേ, ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ, ആ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതല്ല എങ്കിൽ നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഇൻവോയ്സ് ചെയ്യുന്ന ടൈമിൽ എന്തായിരുന്നോ പ്രൈസിങ്, ആ പ്രൈസിങ് നമുക്ക് കിട്ടും, ഇൻക്ലൂഡിങ് നമ്മൾ റോഡ് ടാക്സ് അടിച്ചതും ഇൻഷുറൻസ് അടിച്ചതും ഒക്കെ ചേർത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് റിട്ടേൺ ടു ഇൻവോയ്സ് എടുക്കുന്നുണ്ട്. സപ്പോസ് നാളെ ഒരു ടോട്ടൽ ലോസ് അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചാൽ നമ്മൾ വണ്ടി വാങ്ങിച്ച ഏറെക്കുറെ അടുത്തുള്ളൊരു എമൗണ്ട് നമുക്ക് കിട്ടും. വലിയ കാര്യമായിട്ടുള്ള നഷ്ടം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരു EV ആയതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനികൾ തരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ വണ്ടി ഇടിച്ച് ഒക്കെ ബാറ്ററിക്കൊക്കെ പാക്കേജിനൊക്കെ ഡാമേജ് വന്നാലും അപ്പോഴും നമുക്ക് ഇൻഷുറൻസ് കിട്ടും. പക്ഷേ സപ്പോസ് നമ്മുടെ വണ്ടിക്ക് ഈ പറയുന്ന പോലെ ഒരു വെള്ളക്കെട്ടിലൂടെ നമ്മൾ പോയി വണ്ടിക്കകത്ത് വെള്ളം കയറി, ബാറ്ററി പാക്കിനകത്ത് വെള്ളം കയറി, IP67 സീൽഡ് ആണെങ്കിലും പല കേസുകളിലും വണ്ടിക്കകത്ത് വെള്ളം കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം കയറുന്ന വാട്ടർ ഇൻഗ്രസ് ഒന്നും MG പോലുള്ള ബ്രാൻഡുകൾ കൊടുക്കാറില്ല. ടാറ്റയുടെ കാര്യം എനിക്കറിയില്ല. MG ഒന്നും വാട്ടർ ഇൻഗ്രസ് കൊടുക്കാറില്ല. സോ സപ്പോസ് നാളെ നമ്മളൊരു വണ്ടി ഓടിച്ച് ഒരു വെള്ളക്കെട്ടിലൂടെ പോയപ്പോൾ നമ്മുടെ ബാറ്ററിയിലോ മോട്ടറിലോ വാട്ടർ ഇൻഗ്രസ് ആയി, അപ്പോൾ ആ കേസിൽ ഒരു വാറണ്ടി തരില്ല. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് തന്നെ, ഇൻഷുറൻസ് ആണ് നമ്മുടെ ശരണം. അവിടെയാണ്
ബാറ്ററി പ്രൊട്ടക്റ്റ്, മോട്ടോർ പ്രൊട്ടക്റ്റ് പോലെയുള്ള കവറേജസ് വരുന്നത്. ബാറ്ററി, മോട്ടർ, ഇതിൻ്റെ കൺട്രോളർ, അതുപോലെ തന്നെ ഇതിൻ്റെ പവർ കേബിൾസ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പൊതുവേ ബ്രാൻഡുകൾ കവർ ചെയ്യുക. അത് നിങ്ങൾ ശരിക്കും അന്വേഷിക്കണം. സോ ഇത് ഒരു EV ആയ സ്ഥിതിക്ക് മസ്റ്റായിട്ട് എല്ലാവരും എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കവറേജാണ്. പിന്നെയുള്ള കവറേജസ് ഓപ്ഷണലാണ്. കൺസ്യൂമബിൾ, നാളെ ഒരു ക്ലെയിം വന്നാൽ നമ്മുടെ വണ്ടിക്കകത്ത് കൺസ്യൂമബിൾ ആയിട്ട് എന്തൊക്കെയുണ്ട്, കൂളൻ്റ്, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ തിരിച്ച് കിട്ടുന്നത്. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, അതിപ്പോൾ MG ആണെങ്കിലും നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. ബട്ട് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒരെണ്ണം കൂടെ അതിന് 100-500 രൂപയ്ക്ക് താഴെ ആവുന്നുള്ളൂ. എടുത്ത് വെച്ചാൽ നാളെ വണ്ടി വല്ലതും ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ അവർ ടോ ചെയ്ത് കൊണ്ടുപോകും. പിന്നുള്ളത് വീൽ ആൻഡ് അലോയ് പ്രൊട്ടക്റ്റ്, അതുപോലെ തന്നെ കീ ഫോബിൻ്റെ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ ബിലോങ്ങിങ്സ്, ഇങ്ങനെ ഒരുപാട് കവറേജുകളുണ്ട്. അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള സാധനമാണ്. വീൽ ആൻഡ് അലോയ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ അലോയ് ഒക്കെ ഒന്ന് സ്ക്രാച്ച് ഒക്കെ ആയി, ഒന്ന് ഡെൻ്റൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അതിനകത്ത് കവറേജ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഭൂരിഭാഗം ആളുകളും വിട്ടുപോകുന്ന ഒരു സാധനം ആക്സസറീസ് ഇൻഷുർ ചെയ്യാനാണ്. വണ്ടിയിൽ ആക്സസറീസ് ഇഷ്ടംപോലെ ഫിറ്റ് ചെയ്യും. നാളെ ഒരു ക്ലെയിം വന്ന് ഇതൊക്കെ തവിട് പൊടിയാകുമ്പോൾ കമ്പനി പറയും ആക്സസറീസ് തരില്ല, ബാക്കിയെല്ലാം തരും എന്ന് പറയും. അപ്പോൾ അതും പലരും എടുത്ത് വെച്ചിരിക്കേണ്ട സാധനം. ഇതൊക്കെയാണ് ഒരു ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വണ്ടിയാണെങ്കിലും എടുത്തിരിക്കേണ്ട കവറേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇലക്ട്രിക് വാഹനമാകുമ്പോൾ ബാറ്ററി ആൻഡ് മോട്ടോർ പ്രൊട്ടക്റ്റ് വരുമ്പോൾ അവിടെ നമുക്ക് എൻജിൻ പ്രൊട്ടക്റ്റ് കാര്യങ്ങളാണ് വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയ വണ്ടിയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ ബമ്പർ ടു ബമ്പർ അല്ലെങ്കിൽ നിൽ ഡിപ്പ്, നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റൻസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ് അല്ല, റിട്ടേൺ ടു ഇൻവോയ്സ്, ബാറ്ററി ആൻഡ് മോട്ടോർ പ്രൊട്ടക്റ്റ്, ഇതെല്ലാം എടുത്തു വെച്ചിരിക്കണം. ഈ കവറേജുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം ഒന്ന് അന്വേഷിച്ചിരിക്കണം, ഈ കാര്യങ്ങളെ പറ്റി എന്തൊക്കെ കവർ ആവുന്നുള്ളത്. ഈ കവറേജ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ക്ലെയിം ജെനുവിനാണ് എങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. ഒരു കമ്പനി പറയുന്ന പോലെ ഇൻഷുറൻസ് ക്ലെയിം അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കണ്ട എന്ന് പറയില്ല ജെന്യുവിൻ ആണെങ്കിൽ. അതല്ല, നമ്മൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് കയറി അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് ക്ലെയിം ഡിനൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ക്ലെയിം ഡിനൈ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് തട്ടിയ സാധനങ്ങളൊക്കെ കുറേ നാളുകൾക്ക് ശേഷം ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ പലപ്പോഴും ഡിനൈ ആവാറുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ പുതിയ വണ്ടി ഇപ്പോൾ ഇന്ന് തട്ടി നമ്മൾ അടുത്ത ദിവസം കൊണ്ട് കൂടുമ്പോൾ വലിയ പ്രശ്നമുണ്ടാകും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് റസ്റ്റും കാര്യങ്ങളൊക്കെ കയറും. അപ്പോൾ അങ്ങനെ റിജക്ഷൻ കാര്യങ്ങൾ പലപ്പോഴും ക്ലെയിമിൽ വരാറുണ്ട്. അതല്ലെങ്കിൽ ജെനുവിൻലി വരുന്ന ക്ലെയിംസ് എല്ലാം ഏത് കമ്പനിയാണെങ്കിലും കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി നാഷണലൈസ്ഡ്. ഞാൻ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ എടുക്കാറുള്ളൂ. യുണൈറ്റഡ് ഇന്ത്യ, ന്യൂ ഇന്ത്യ, അങ്ങനെയുള്ളത്. പക്ഷെ എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ കവറേജുകളും ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പലരും പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എലി കടിച്ചു, റാറ്റ് ബൈറ്റ് ഒക്കെ പൊതുവെ നമ്മുടെ ഇൻഷുറൻസിനകത്ത് കവേർഡാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി അല്ല എന്നാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന ഏജൻറ്റിനോട് നിങ്ങൾക്ക് ചോദിക്കുക എന്നുള്ളതാണ്. റാറ്റ് ബൈറ്റ് കാര്യങ്ങളൊക്കെ കവേർഡാണോ എന്നുള്ളത്. അതും കവറിങ് ആണെങ്കിൽ നമുക്ക് അതും വലിയൊരു പ്രശ്നമായിട്ട് വരണ്ടല്ലോ. പിന്നെ വരുന്നത് ഓൺലൈൻ ഇൻഷുറൻസ് ആണ്. നമ്മുടെ ആക്കോ, നമ്മുടെ പോളിസി ബസാർ. ഞാൻ അങ്ങനെ ഓൺലൈൻ ഇൻഷുറൻസ് പൊതുവെ എടുക്കാറില്ല. പോളിസി ബസാർ ഒന്നും എടുത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അനുഭവം കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കുക. ആക്കോ ഒക്കെ ഞാൻ നോക്കിയിട്ട് അവർക്ക് ഈ റിട്ടേൺ നമ്മുടെ ബാറ്ററി മോട്ടോർ പ്രൊട്ടക്റ്റ് ഒന്നും മാക്കോടെ സൈറ്റിലൊന്നും കണ്ടില്ല. ഞാൻ എപ്പോഴും ഒരു ഏജൻറ്റ് വഴി എടുക്കാറ്. കാരണം നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പോളിസി ബസാർ വഴി എടുത്താൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ ഉണ്ടാവും. ഞാനൊരു ഏജൻറ്റ് വഴി എടുക്കാറ്. നാളെ ക്ലെയിം റിലേറ്റഡ് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഏജൻറ്റിനെ വിളിക്കും. ചേട്ടാ എന്തായി, ഞാനിങ്ങനെ ക്ലെയിമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടുത്ത പ്രൊസീജിയർ എങ്ങനെയാണ്, ഞാൻ എങ്ങനെ ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഇൻഷുറൻസ് എടുത്ത ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എനിക്ക് പരിചയമുള്ളൊരു ഏജൻറ്റ് ഉണ്ടായിരുന്നു. പുള്ളി തന്ന കോട്ടിനേക്കാളും 10,000-2000 കുറവിലാണ് വേറൊരു ഏജൻറ്റ് എനിക്ക് കോട്ട് തന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അയാളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വിൻസറിനോ വേറെ ഏത് ഇലക്ട്രിക് വാഹനത്തിനാണെങ്കിലും ഇൻഷുറൻസ് എടുക്കുക. ഇലക്ട്രിക് എന്നല്ല, ഏത് വണ്ടിക്ക് വേണമെങ്കിലും ഇൻഷുറൻസ് എടുക്കാം. ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വിൻസറിൻ്റെ കേസിൽ ഇത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓരോന്നിനും എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി തരാൻ ഞാൻ ശ്രമിക്കാം. ബൈ.